200 के लिए बहुत अच्छे हैं। मैं कल दिखाया था तुम्हारे को, कैसा लगा? अच्छा है वो पूरा, खाली 200 दिरहम से बहुत अच्छा है। 200 भाई ऐसा फ़ोन मिलेगा कभी। ഹേ ഗോയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഫോൺ വന്നിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഞാൻ ആൾറെഡി അൺബോക്സ് ചെയ്തിട്ട് റീൽസ് എല്ലാം ഇട്ടിട്ട് ഒരുപാട് പീസ് വിറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരോട് ഇടുന്ന് ചോദിക്കട്ടെ എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയെന്നല്ലോ. ഇനിയിപ്പോൾ അൺബോക്സിങ് അങ്ങനെ ആയിരിക്കും കേട്ടോ. എന്താ പറഞ്ഞാൽ ഒരു ആൾക്കാരോടെല്ലാം നമുക്കൊന്ന് ചോദിച്ചിട്ട് ഓരോ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് ആ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് പിന്നെ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഫുള്ള് സപ്പോർട്ടൊക്കെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക്. ഒട്ടീറ്റോൻ്റെ ഫോണാണ്. ഒട്ടീറ്റോ M10 ആണ് കേട്ടോ. ഒട്ടീറ്റോൻ്റെ M10 എന്ന് പറയുന്ന ഫോണാണ്. ഇതാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുള്ളതെല്ലാം ഒന്ന് വായിച്ചു നോക്കാം. മെയ്ഡ് ഇൻ ചൈനയാണ്. പിന്നെ അതേപോലെ തന്നെ അതാ എഴുതിയിട്ടുണ്ട് ഒട്ടീറ്റോ M10. ഇതാ പിന്നെ 6.56 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നില്ല. ഇനിഷ്യൽ ഡിസ്പ്ലേ ആണ്, അതിൻ്റെതായ ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കുറവ് കണ്ടത് ആൻഡ്രോയിഡ് 14 ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 4GB റാം വരുന്നുണ്ട്, 128GB ഇൻറ്റർണൽ മെമ്മറി വരുന്നുണ്ട്, 5G വൈഫൈ എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ പ്രോസസ്സർ കോർട്ടെക്സ് 1.5 GHz ആണ് കേട്ടോ. ബാറ്ററി 5000 mAh ബാറ്ററിയാണ്. പിന്നെ അതേപോലെ തന്നെ 5MP ഫ്രണ്ട് ക്യാമറ ഉണ്ട്, 13MP ബാക്ക് ക്യാമറ ഉണ്ട്. അടിപൊളി സാധനം എന്നാണ് പറഞ്ഞാൽ. നമുക്ക് പൊളിച്ച് നോക്കാം. ഇത്രയും കുറഞ്ഞ പ്രൈസിന് പോകണം കേട്ടോ. ഒട്ടിട്ടോൻ്റെ ഫോണാണ്. പൊട്ടിച്ച് നോക്കാം. കുറേ നേരം അതിൽ വെയിറ്റ് ആക്കുന്നത് നമുക്ക് പൊട്ടിച്ച് നോക്കട്ടോ. ഒറ്റ ഇത് പുറത്ത് കാര്യങ്ങൾക്ക് സമയം കളയുന്നില്ല. നല്ല ഫോണാണെന്നാണ് പറഞ്ഞത്. നമുക്ക് പൊട്ടിച്ചിട്ട് ബാക്കി തീരുമാനമാക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. കളറ് പ്രശ്നമല്ലല്ലോ, സാധനം നല്ല ഉണ്ടോ നോക്കാം. അത്രയും ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു സിങ് ഇഞ്ചക്ടർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. സ്ക്രീൻ പ്രൊട്ടക്ടർ, ഒരു ബാക്ക് കവർ വരുന്നുണ്ട്. പിന്നെ വേറൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഫോണ് ബ്ലൂ കളറിലെ ഫോണാണ്. പിന്നെ ചാർജർ വരുന്നുണ്ട്, ചാർജർ അഡാപ്റ്റർ. പിന്നെ അതേപോലെ തന്നെ കേബിളും വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടൈപ്പ് സിൻ്റെ ഹെഡ്ഫോൺ വരുന്നുണ്ട് കേട്ടോ. ടൈപ്പ് സിൻ്റെ ഹെഡ്ഫോണും വരുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊന്നുമില്ല കേട്ടോ. യൂസർ മാനുവലൊന്നും കാണുന്നില്ല. യൂസർ മാനുവൽ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്നറിയില്ല. ഇതിലുണ്ട്. യൂസർ മാനുവൽ ഇവിടെ ഉണ്ട് കാണുന്നു. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഓണാക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. സാധനം ഓണായി വരുന്നുണ്ട് കേട്ടോ. എന്താ പൊട്ടിയിട്ടോൻ്റെ ആണ്. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. കാണുന്നുണ്ടോ? ഇതാണ് ലുക്ക് കേട്ടോ. സാധനം എന്താ സെയിം. ഈ സ്റ്റിക്കർ വരച്ചാൽ 16 Pro Max തന്നെ വിചാരിക്കും കേട്ടോ. ദൂരത്തു നിന്ന് നോക്കുന്ന ആൾക്ക് 3 ക്യാമറ ഉണ്ട്. അതിൽ ഒന്ന് മാത്രമേ ക്യാമറ കാണുള്ളൂ, ബാക്കി സ്റ്റിക്കറാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത്രയേ ഉള്ളൂല്ലോ, 8 MP ക്യാമറ ഉള്ളൂ. അധികം ക്യാമറ ഒന്നുമില്ല. 8 MP ക്യാമറയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ചാർജിങ് പോർട്ട് ടൈപ്പ് സി കൊടുത്തിട്ടുണ്ട്. ഹെഡ്ഫോൺ ജാക്കും ഇത് തന്നെ കേട്ടോ. പിന്നെ 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിന് സൗണ്ട് ചെക്ക് ചെയ്യാം, നമുക്ക് നോക്കട്ടെ. വൈഫൈ കണക്റ്റാക്കി ചെക്ക് ചെയ്യാം. ഓണായി വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാം കേട്ടോ. ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം കൂടിയിട്ട്. ഇതാണ് ഫോൺ. ഇതിൽ ഒരു വകയ സോഫ്റ്റ്വെയറുകളെല്ലാം ഇതിലുണ്ട് കേട്ടോ. ഒരു വകയെ ഡൗൺലോഡ് ആക്കാനൊന്നുമില്ല. ഒരു വകയ സോഫ്റ്റ്വെയറുകളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ നോക്കാം നമുക്ക്. ആരോടെങ്കിലും ഒന്ന് രണ്ടാൾക്കാരോട് അഭിപ്രായം ചോദിക്കാം കേട്ടോ. ഇതിലില്ല, അതാ ഫേസ് ലോക്ക് ഉണ്ട് കേട്ടോ. എന്താണെന്നുണ്ടോ, ഫേസ് ലോക്കെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റൂ. എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. നല്ല സാധനമാണ്. നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ല. നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ഒന്ന് രണ്ടാൾക്കാരോട് അഭിപ്രായം ചോദിക്കാൻ പറ്റും. നേരെ ഓരോടത്തേക്ക് പോവാം. യൂട്യൂബെല്ലാം വന്ന് അതാ യൂട്യൂബിൽ ഞാനിപ്പോൾ ബെസ്റ്റ് മെലഡീസ് പ്ലേ ആക്കുന്നുണ്ട്. അത്യാവശ്യം നമ്മളെ വൈഫൈ ഭയങ്കര സ്ലോ ആണ്. എൻ്റെ ഫോണിൽ കയറി ഏകദേശം ഈ ഒരു ടൈം എടുക്കുന്നുണ്ട്. പിന്നെ വേറെന്ത് ഇതെന്നാ ഇത് കാണണ്ടേ? മെമ്മറി അല്ലേ? മെമ്മറി എത്ര ഉണ്ട് നോക്കാൻ പറ്റും. ഓക്കെ, മെമ്മറി എത്ര ഉണ്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇതിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മെമ്മറിയാണ്. മെമ്മറി സ്റ്റോറേജ് ഇല്ല. 119 GB ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. നോക്കാമെന്നുണ്ടോ? 128 GB 8 GB യൂസ് ആയിട്ടുണ്ട്. ബാക്കി ഇതാ 8 GB നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിന്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ്. പിന്നെ ഫിംഗർ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ സാധനം വർക്കാണ്. ഇത്രയും ചെറിയ പ്രൈസിന് 200 ദിറംസിനെല്ലാം ഇത് കിട്ടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പിന്നെ ഷോപ്പിൽ വരുന്നാൾക്ക് 200 ദിറംസിന് ഇതിൻ്റെ കൂടെ ഒരു എയർപോർട്ടും കൂടി തരും കേട്ടോ. ഒട്ടിട്ടോൻ്റെ നല്ലൊരു അടിപൊളി എയർപോർട്ട് തരുന്നതായിരിക്കും. ഡെലിവറി ഓർഡർ ആക്കുന്നവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ വെറും ഫോൺ മാത്രമേ കിട്ടൂ ഡെലിവറിക്ക്. എന്താണെന്ന് പറഞ്ഞാൽ ഡെലിവറി ചാർജ് നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ ഡെലിവറി ഫ്രീ ആണ്. 200 ദിറംസിന് ഡെലിവറി ഫ്രീ ആണ്. അല്ല ഷോപ്പിൽ വന്നിട്ട് മേടിക്കുന്നവർക്ക് ഒരു ചെറിയൊരു എയർപോർട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അത് നമ്മളെ വക ഷോപ്പിലേക്ക് വരുന്നത് കൊണ്ട്
അപ്പോൾ എന്താക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാം കേട്ടോ. ഓക്കെ, ചെക്ക് ചെയ്യ് വെറുതെ അങ്ങനല്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്ട് പറയാൻ പാടില്ല. 200 ദിറംസേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഫോണ്? നല്ല അടിപൊളി ഫോണായത്. നല്ല ഫോണാണ്. 200 ദിറംസിന് വെറുതാ? 200 ദിറംസ് കൊടുക്കാൻ പറ്റുമോ? പറ്റും, കൊടുക്കാം 200 ദിറംസ് കൊടുക്കാമല്ലോ. 128 GB ഉണ്ട്, 5G ആണ്. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ വേറെ 2-3 ആൾക്കാരെ കൊണ്ട് ചോദിക്കട്ടെ അഭിപ്രായം, എന്നിട്ട് വീഡിയോ ഇടുന്നു. സാധനം എങ്ങനെയുണ്ട്? 200 ദിറംസ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. വർത്താ? 200 ദിറംസിന് പിന്നെന്താ വേണ്ടി അല്ലേ? നല്ല ഫോണാണ്, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. സ്മൂത്ത് ഉണ്ട് ഡിസ്പ്ലേ എല്ലാം. ബ്രോ ഏതാ ഫോൺ യൂസ് ചെയ്യുന്നത്? ഐഫോൺ. ഫോൺ കൊള്ളാം. 200 ദിറംസിന് ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുക്കാൻ പറ്റിയ സാധനമായിരിക്കും. ये फ़ोन देखो 200 दिरहम है. कैसा है फ़ोन? देखो चेक करो. अच्छा ചെക്ക് കറോ എന്നാ പേര് സമീർക്കുണ്ട്. എല്ലാവരുടെ റിയാക്ഷൻ ഉണ്ട്. 200 दिरहम. कौन सा सैमसंग? नहीं वो नया कंपनी है. कैसा है फ़ोन? कैसा यूज़ बहुत ज़बरदस्त है. क्या क्या फ़ोन? तुम कौन सा फ़ोन यूज़ करते हैं? रेडमी. ये कंपेयर करने के टाइम में कौन सा अच्छा है? ये गुड है. 200 का अच्छा है. मेमोरी कितना है इसका? 128 GB है. रैम 128 GB, 4 GB रैम है. 4 GB रैम है. 5G. किसी को गिफ्ट देने के लिए अच्छा है ना? सही है, मैं देखता है ना. हैं? ओके. कैसा है बोलो? वेल एंड गुड. സൂപ്പർ है. सुपर. അസീസ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേട്ടോ. നിങ്ങളെ ഒറിജിനൽ ഒപ്പീനിയൻ 200 ദിറംസേ ഉള്ള ഫോണിന് എങ്ങനെയുണ്ട്? 200 ദിറംസ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളെ ഒറിജിനൽ ഒപ്പീനിയൻ. അടിപൊളി ഫോണല്ലേ? 200 ദിറംസ് ബാക്ക് സൈഡ് എല്ലാം നോക്കിയോ, എല്ലാ സെറ്റപ്പ് എല്ലാം നോക്കിയോ. അടിപൊളിയായിട്ടുണ്ട്. കാണാനല്ല എങ്ങനെയുണ്ട്, യൂസ് ആക്കാൻ എങ്ങനെയുണ്ട്, സ്മൂത്ത് ഉണ്ടോ? നല്ല സ്മൂത്ത് ഉണ്ട്, നല്ല സ്പീഡ് ഉണ്ട്. സ്പീഡ് ഉണ്ടോ? 200 ദിറംസ് കൊടുക്കാൻ പറ്റുമോ? കണ്ണും പൂട്ടി കൊടുക്കാം. നല്ല ഫോണാ? 200 കിട്ടുക, 200 കിട്ടൂലല്ലോ. ടാബെല്ലാം കിട്ടുന്ന പ്രൈസിന് ഒരു ഫോൺ. പക്ഷേ നല്ല ഫോൺ. कैसा है भाई फोन? 200 दिरहम से. 200 के लिए बहुत अच्छा है. मैं कल दिखाया था तुम्हारे को. कैसा लगा? अच्छा है वो पूरा. खाली 200 दिरहम से. बहुत अच्छा है. 200 भाई ऐसा फोन नहीं मिलेगा कभी. ആൾക്കാരെ അഭിപ്രായം നോക്കിയിട്ട് ഒപ്പീനിയൻ നോക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നില്ല. നല്ല സെറ്റാണ് ഇതാ. നല്ല സെറ്റ് എന്ന് പറഞ്ഞാൽ 200 ദിറംസിന് വേർത്താണ് കേട്ടോ. 200 ദിറംസിന് എന്തായാലും മോശമായി പോവില്ല. ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റിയും ഇതിൻ്റെ ഫോട്ടോയും പിന്നെ അതേപോലെ തന്നെ പിന്നൊന്നും പറയാനില്ലല്ലോ ഇതിൽ. പിന്നെന്തെന്നാ ഉള്ളതിൽ ഒന്നുമില്ല കാണിക്കാനൊന്നും, അത്ര ഇങ്ങനെ എടുത്ത് പറയാനൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഒരു 200 ദിറംസിന് ഒരു സ്മാർട്ട് ഫോണ്, നല്ലൊരു വേർത്തായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ആവശ്യക്കാർ എന്താക്കാന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് കോൺടാക്ട് നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം നോക്കിയിട്ട് കറക്റ്റ് ഓർഡർ ആക്കിയാൽ മതി. ഓക്കെ, കുറഞ്ഞ ക്വാണ്ടിറ്റിയേ ഉള്ളൂ, വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. ഫോണ് നല്ലതുണ്ട് കേട്ടോ, ഫോണ് കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ഫോണാണ്. അപ്പോൾ മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പബ്ലിക് ഒപ്പീനിയൻ എടുക്കേണ്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫോൺ അതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പബ്ലിക് ഒപ്പീനിയൻ ഒന്നും എടുക്കില്ല. അപ്പോൾ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.